പാറു ഓടടി ഇനി ഞാൻ ജയിക്കണം. അടുത്ത ഞാൻ ജയിക്കും. അയ്യോ ചക്കി വരണം വേണ്ട. എന്തടി ചക്കി? ഒന്നുമില്ല. പാടി ചക്കി നമുക്ക് കളിക്കാൻ പോവാ. ഞാൻ പറയണില്ല. എനിക്ക് തല ഓടിച്ചു വെച്ച് മുട്ടാൻ നിന്നിട്ട് ഇപ്പൊ കളിക്കാൻ പോന്നു. അല്ലെങ്കിൽ ഞാനും പറയണു. അയ്യോ പിടിച്ചില്ല നമ്മക്ക് മൂത്രപ്പനെ ചെവല്ലേ ദാസപ്പ സാറിന്റെ പടം വരച്ച് വെച്ചാലാ? ഞാൻ വരയ്ക്കാം. കണ്ണാടി വരെയാടാ കണ്ണാടി. ഇല്ല മുടി വരയ്ക്കട്ടെ. ആ മീശ കൂടെ അടിച്ചപ്പോ ദാസപ്പ സാറിന് കണക്ക് തന്നെ. ഇവിടെ പേരോടിയത് അപ്പൊ പെട്ടെന്ന് അറിയാൻ പറ്റും ദാസപ്പ സാറാണെന്ന്. എനിക്ക് സാറ് കയ്യശ്വരം വെച്ച് പിടിക്കും. സാറ് പറഞ്ഞ ആദ്യം വെള്ളം കുടിച്ചു തരാമേ. ചക്കി വെല്ലടിച്ച കേട്ടില്ലേ സാറേ? അണ്ടേ ഈ ഡുണ്ടു മണിക്കുട്ടനോട് മൂത്രപ്പനേന്റെ ചെവരില് സാറിന്റെ പടം വരച്ചു വെച്ച്. അവര് വരയ്ക്കണത് ചക്കി കണ്ടാ? ഞാൻ കണ്ടു സാറേ. ആ ചക്കി പൊക്കോ, ഞാൻ ക്ലാസ്സിലോട്ട് തന്നെ വരുന്നത്. ഓ സാറേ. ഡുണ്ടു മണിക്കൂട്ടൻ എണീര്. ആരടാ മൂത്രപ്പേരയുടെ ചെവരിൽ പടം വരച്ചത്? അത് ബി ക്ലാസ്സിലെ പിള്ളേരാണ് സാറേ. സത്യം വേണം, ആരാ വരച്ചത്? ഈ ചക്കി. ചക്കി തന്നെ. ചക്കി ഉള്ളോണ്ട് നിങ്ങളെ വരച്ച ഞാൻ അറിഞ്ഞു. ഒരു പടം വരപ്പുകാരന്മാര് വന്നേക്കണ്. നീട്ടണ കൈയായിട്ട്. വേണ്ട സാറേ, ഇനി വരഞ്ഞു വരാനില്ല. എന്റെ പടം വരച്ചു. അയ്യോ നീ അല്ലേ നമ്മളടുത്ത് വരയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് നീ എന്നെ പറഞ്ഞു കൊടുത്ത ഭയങ്കരി. ഞാനാ ഭയങ്കരി. നിങ്ങളല്ലേ ഞാൻ വന്നപ്പോഴത്തേക്ക് മുട്ടായി രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് വെച്ചത് നിങ്ങൾ എനിക്ക് തന്നെ. അത് മുട്ടായില്ലേ? ഇനി ഞാൻ നിങ്ങളോട് മിണ്ടൂല. ഞമ്മള് മിണ്ടില്ല. നിങ്ങൾ മിണ്ടാട്ടാണ്. 6 മണി തൊട്ട് എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടിട്ട് കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. പക്ഷെ ഇന്ന് സ്കൂൾ വീഡിയോ ഇടാൻ പറ്റിയ കാര്യം ചക്കിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര പനിയായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല കൂടി. അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് വീട്ടിൽ ഒന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ വീഡിയോയിൽ ചക്കി കാണൂല. ചേച്ചി ചക്കിക്ക് എങ്ങനെ പനി വന്നെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേനെ. എനിക്ക് നല്ല പനിയായിരുന്നു. നമ്മൾ തമ്മിൽ അങ്ങനെയാണ്, പണ്ടോട്ടേ അങ്ങനെയാണ്. നല്ല സ്വഭാവങ്ങളൊന്നും പരസ്പരം പകർന്നില്ലെങ്കിലും ഇതിനകത്തെ പനി, ജലദോഷം, മൂക്കൊലിപ്പ് എല്ലാം പരസ്പരം പകരുന്നതാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് 1 കിൻഡൽ ഗുളിയൊക്കെ ആയിട്ട് ചക്കി വീടെത്തിയപ്പോഴത്തേക്കാണ് വേറൊരു ടെസ്റ്റ്. നാളെ ചക്കിക്ക് എക്സാം ഉള്ളതാണ്. പക്ഷെ പരീക്ഷന്റെ ഒരു ബോധവും ഇല്ലാതെ ചക്കി താനേ മറന്ന് തമ്പുരാനെ മറന്ന് കിടന്ന് ഉറങ്ങിയാണ്. ഇത് രാവിലെ ഉറക്കം എണീക്കുമ്പോ എന്താവും അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്നെ എത്ര ഉള്ളൂ ചാറ്റ. ബൈ ബൈ, സീ യു. ചക്കിന് വേഗം പാടി. നമ്മള് ക്ലാസ്സിൽ പോട്ടാ. നിങ്ങൾ കണ്ടാണ് 7ാം ക്ലാസ്സിൽ ആ 2 വർഷം തോറ്റിരിക്കുന്ന ചാട്ടല്ലേ, ആ വലിയ. മറ്റേ എല്ലാരും അടിക്കണ ചാട്ട. കണ്ണൊക്കെ ചുമന്നിരിക്കണ ആ ചാട്ടനെ ആ വലിയ മരത്തിന്റെ അപ്പുറത്ത് നിന്ന് ബീഡി വലിക്കണേ. വാ, ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. എനിക്ക് വാമക്ക് ദാസപ്രസാദം എടുത്ത് പറഞ്ഞു കൊടുക്കാം. ഇന്നലെ ആ ചേട്ടൻ എന്നെ പേടിപ്പിച്ചോളൂ. നല്ലത് കിട്ടട്ടു. ചക്കി നീയല്ലേ കണ്ട, നീ മുമ്പേ തന്നെ. എന്ത് ചക്കി? സാറേ, ചക്കി പാത്രം കഴുകിട്ട് വന്നപ്പോഴേ അവിടുത്തെ മരത്തിന്റെ മൂട്ടിൽ ആടിപ്പടിക്കണ ഒരു ചേട്ടനെ ചീറിട്ട് വലിക്കണ്. അത്രയ്ക്കാവൻ ചക്കി നാളെ കാണീതി. ഓ, 2 പിള്ളേർ അവിടെ നിന്ന് കളിക്കരുത്. ഇനി എന്നെ കണ്ടിട്ടാണ് വിളിച്ച ആളെ കൂട്ടാൻ വേണ്ടിട്ട്. ഞാൻ ഒഴിഞ്ഞ ഈ ഒരറ്റത്ത് കൂടെ എങ്ങനെ പോവാ. ഇനി അയ്യോ, ആ പെണ്ണിനെ കണ്ടു. എങ്ങോട്ട് ഓടും? ഈ പറവിനിടെ കയറിയിരിക്കാം.
പിന്നെ ചേരായോണ്ട് അടിച്ച് കൊല്ലൂല, ചതച്ചിടേ ഉള്ളൂ എന്റെ നടു. എവിടെ 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 നമ്മള് കളിക്കുന്നത്? വാ, 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 വാ. എവിടെ 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 പാമ്പ ചേര് പാമ്പന്നെ. അപ്പൊ പാമ്പന്നെ. ഈ പെണ്ണിത് എന്തേലും ഈ സ്വർണ്ണം കണക്കിരിക്കണ എന്നെ കണ്ടിട്ട് കറുപ്പെന്ന്. ഇത് അണലി തന്നെ. ഇന്നലെ ഞാൻ ഒരു അണലിനെ കണ്ടിവിടെ കിടന്ന് കറങ്ങാത്. ഇന്നാ ഞാൻ അടിച്ച് കൊല്ലാമോ. വാ വാ വാ. ആണല്ലയ്യ, ദൈവമേ എങ്ങനെ ഇപ്പൊ ഈ കവളിമട വെച്ച് എന്നെ അടിച്ച് കൊല്ലും. സൂക്ഷിച്ചു വരണം. അണലി എങ്ങനെ കൊത്തൊന്ന് പറയാക്കൂല. എന്റെ ദൈവമേ, ഈ പെണ്ണിത് എന്തേലും ഒത്തിരിയെങ്കിലും വിഷമാണെങ്കിൽ എവളെ കൊത്തി കൊല്ലായിരുന്നു. അല്ലെങ്കിൽ ഇവളെ ചെവി ചെന്ന ഊതി കൊല്ലട്ടെ ഇവളെ. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ എന്നെ അടിച്ചു കൊല്ലും. ഞാൻ ഇങ്ങനെ ഒളിച്ചിരിക്കും. മാമൻ ഞാൻ കമ്പിട്ട് കുത്തിയാത്ത അടി മാറ്റുമ്പോ തന്നെ മാമ അടിച്ചോണേ. സൂക്ഷിച്ചു വേണം. വാ വാ സൂക്ഷിച്ചു കൂട്ടാം. അയ്യോ, ഞാൻ അണലിയല്ല ചേരേട്. അയ്യോ ഇത് ചേരയായിരുന്ന പിള്ളേരെ. ഇത് അണലിയല്ല ചേരയാണ്. ഇത് ആരെയൊന്നും ചെയ്യൂല. ഇനിയിപ്പോ അങ്ങ് അടിച്ചു കൊല്ല. നോവിച്ചു വിടണ്ട. ചത്ത്. ഇനിയിപ്പോ ആ കാട്ടിലോട്ട് ഇട്ടിട്ട് ആരെയും കണ്ട് പേടിക്കും. മുല്ലപ്പൂ കല്ലിലോ മുത്തിക്കവിളിലോ. പരമോന്ന് നിങ്ങളറിഞ്ഞ കീരിക്കുട്ടപ്പൻ ജയിലിൽ ഇറങ്ങിയെന്ന്. കീരിക്കുട്ടപ്പൻ ജയിലിൽ ഇറങ്ങിയ ഗ്ലാസ് പിടിക്കണ. ഞാൻ കട അടക്കിട്ട് ഇനി അവൻ തിരിച്ചു പോവാതെ ഞാൻ ചായ ഒഴിക്കണില്ല. നിങ്ങളിങ്ങനെ പേടിക്കാതെ എനിക്കൊരു സ്ട്രോങ് ചായ ഇങ്ങെടുത്താണ്. നമ്മളീ നാട്ടുകാരല്ലേ, നമ്മളീ ഗുണ്ടാളൊക്കെ ഇങ്ങനെ പേടിച്ചാ നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ. അവനെന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. നമ്മളല്ലെങ്കിൽ തന്നെ ആരെ പേടിക്ക. ഇന്നാരെ നമ്മളെ അണ്ണന് കുട്ടപ്പനെ പേടിയുണ്ടല്ലേ. എനിക്ക് പേടിയില്ല അണ്ണ. അവനെന്റെ കയ്യിലോട്ടൊന്ന് കിട്ടണം. നോക്കാനോ കുട്ടപ്പൻ ചേട്ടനെ. അയ്യോ കുട്ടപ്പൻ ചേട്ടൻ എനിക്ക് പേടിയുണ്ട്. കുട്ടപ്പൻ ചേട്ടൻ കുട്ടപ്പൻ ചായ. അവനെന്നെ പേടിയില്ലോലും. അവന്റെ ഒരു ചായ അന്നാ ചൂടോടെ എന്താണ്ട്. നമ്മളെ സുമതിയുടെ മോളെ കറവക്കാരെ അണ്ടാച്ചിയുടെ ഒളിച്ചോടി പോയിട്ടാ. ഇതന്നെ സുമതിയുടെ ഭർത്താവ് മീൻകാര ബഷീറിന്റെ ഭാര്യനെ വിളിച്ചോണ്ടൊരു പോക്കൊക്കെ പോയി. യവനൊക്കെ വീണ്ടും എന്നെ ജയിലിൽ കയറ്റാനാണ് തോന്നണത്. മലയാളം, കണക്ക്, അപ്പൊ എന്റെ ഇംഗ്ലീഷ് നോട്ടാ. എടി ചക്കി ദാണ്ടെ എനിക്കൊരു പെൻസിൽ കളഞ്ഞിട്ടി. നോക്കട്ടെ. നീങ്ങിരടി. എടി എന്റെ സീറ്റിൽ ഞാൻ നീങ്ങിയിരിക്കാനല്ലേ കളിയത്. നീ അല്ലേ എന്നെ കാണാൻ. ഓ എന്നെ തള്ളിയിടാൻ നിന്നെ കൊണ്ട് പറ്റൂലടി. അയ്യോ അയ്യോ നിങ്ങൾക്ക് അത്ര വരും. നമ്മൾ രണ്ടുപേരും നീ തള്ളിയിട്ട് നീ എന്തരായാലും നിങ്ങളിപ്പോ തോറ്റില്ലേ. അമ്മക്ക് എങ്കിൽ ഒന്നുകൂടെ കളിച്ചാലേ. നിങ്ങൾ ജയിക്കുമോ നോക്കാം. അവൻ വന്നിട്ട് കളിക്കാം. തന്തി വെച്ച് കളിങ്ങി. പാറു എടി പാറു. പാറുന്റെ ഭയങ്കര അമ്മാമ ഈ കിളവി രാവിലെ എണീച്ചിട്ടുണ്ട്. ഒന്നുമില്ലടി. അന്റെ അമ്പലക്കുളത്തിലെ പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നു. ഈ കിളവിയാണ് പാറുവിനെ എങ്ങും വിടാത്ത കിളവി എണീച്ച്. അയ്യോ ഒരു ദിവസം എന്നെ കളിക്കാൻ വിടൂല. എനിക്ക് അപ്പഴേ അറിയായിരുന്നു അവളെ അമ്മാമ വിടൂലെന്ന്. ആ കിളവി ഒരു പങ്കരിയാണ്. ഞാൻ വരെ ഞാൻ എത്ര നേരമാണ് നിങ്ങളെ കാത്തിരിക്കണമെന്ന് അറിയാമോ? പിള്ളേർ അത്രയും മീൻ പിടിച്ചോണ്ട് പോയി കാണും. വാങ്ങിട്ട് ഇടാനുണ്ട്. എനിക്കൂടെ എനിക്ക് കൊണ്ടുവരണേടാ. നമുക്കിനി മീൻ പിടിക്കാൻ പോവാം. എത്ര നേരം നമ്മൾ കാത്തു നിൽക്കുന്നു. തണുത്തൊരു വെള്ളം ഞാനും ഇവിടെ തന്നെ വിചാരിച്ചത്. അന്ന് നമ്മളവിടുത്തെ മാമ ഇവിടെ നിന്നാണ് മീനെ പിടിച്ചത്. ശരിയിട്ട് ഞാൻ കുറിക്കാം. ഞാൻ ഇടാൻ പോയണ. ആരും സംസാരിക്കല്ലേ. മീൻ വരൂല. എടാ ചൂണ്ട പൊക്കി വെക്കാൻ മീൻ കൊത്തിയാന്ന് കൊത്തിയത്.
എടുത്താണ് നീ കൊണ്ടാ നോക്കട്ടെ. അയ്യോ ചെറുതായിട്ട് ചത്തത്. നമുക്ക് വേറെ മീനെ പിടിക്കാം. എന്റെ ഇല എടുത്തിട്ട് നമുക്ക് വേറെ മീനെ പിടിക്കാം. ആ ഇലയുണ്ട്. ആ ഇതിനകത്ത് ഇലയുണ്ട്. ഇത് നമുക്ക് കുഴിച്ചിട്ടാലോ? കുഴിച്ചിട്ടിട്ട് പോവാ. മണിക്കുട്ട മാനത്തണ്ണിനെയും കൊണ്ടുപോണം. നല്ല സാരിവാലായിരുന്നടാ, ചത്തുപോയി. പാവം. നല്ല മീനായിരുന്നല്ലേ, ചത്തില്ലായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ കിണറ്റി കൊണ്ടിട്ട് വളർത്തിയായിരുന്നു. ഈ കുറിച്ചും കൂടെ ഞാൻ വെക്കും. എടാ എന്റെ നടുക്കൊക്കെ എന്റെ പുറത്തുള്ളൂ. കുറച്ച് കൂട് വേണം. ഈ പോയി ഈശ്വര ഈ മീൻ സ്വർഗത്തിൽ തന്നെ പോണേ. സ്വർഗത്തേനെ ഇനി നമുക്ക് ബാക്കി മീൻ പിടിക്കാം. ഇനി ഒരു വലിയ മീനെ പിടിച്ചാ മതി. ഞാൻ ചൂണ്ടയിടുവേ. പോണോട്ടാണ് പുറത്തം കേട്ട പിള്ളേർ ഈ അടുത്ത മീനെ പിടിച്ച് കൊല്ലാനായിരിക്കും. അമ്മ 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 നാളത്തെ ഡുണ്ടുന്റെ വീട്ടിൽ പോയിട്ട് വരാമേ. വണ്ടി എടുത്താ ഇടിച്ചക്കി. നീ ഇന്നലെ കാർഗിൽ തൂക്കം കാണാൻ പോയാ? നിങ്ങൾ പോയില്ലേടാ, ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് അപ്പൂമ്മ അമ്മൂമ്മ. ഇടിച്ചക്കി ഇത് ഇങ്ങനെയൊന്നല്ല ഊതണ. ഇത് പറയാ അപ്പൂപ്പ അമ്മൂമ്മ നാണ്ട്. ഇനി ഞാൻ ഊതട്ട്. അത് കീറി. അയ്യോ എന്റെ അപ്പൂമ്മ അമ്മൂമ്മ പൊട്ടി. നീ ഊതി ഊതി അതിനെ തുപ്പലേറ്റാണ് അത് പൊട്ടിയത്. അയ്യോ അയ്യോ ഇതിലൊരു വിരളോര ഇട്ടാ മതി. അതാകുമ്പോ വെക്കാൻ പൊട്ടയില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാമേ. ഓ ആന വിളിക്കണ ആലുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പടയുടെ കെടുതി എന്ന തുള്ളൽ പാട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സാറേ. അപ്പൊ ഇന്ന് എല്ലാരും അവതരിപ്പിക്കാൻ തയ്യാറായി തന്നെയല്ലേ വന്നത്. അപ്പൊ ആദ്യം ചക്കിണ്ടുണ്ട് വന്ന് അവതരിപ്പിക്കും. ഞാൻ പാടാ, നീ തുള്ളിക്കോ. പടയുടെ കെടുതി കുഞ്ചൻ നമ്പ്യാർ. ഇട്ടിപ്പെണ്ണിനു കട്ടില് പോയി, ഞെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി. ഇട്ടിപ്പെണ്ണിന് കട്ടില് പോയി, ഞെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി. കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി. കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി. കേളച്ചാരുടെ വാളും പോയി, കാളന്നായുടെ ചങ്ങല പോയി. കേളച്ചാരുടെ വാടും പോയി, കാളന്നായുടെ ചങ്ങല പോയി. ചിരികണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ് ചെങ്ങോ പോയി. ചിരികണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ് ചെങ്ങോ പോയി. കോന്തിച്ചേട്ടന് കുന്തം പോയി. അയ്യോ സാറേ ബെല്ലടിച്ച്. പാറുവിനെ മണക്കുട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. എല്ലാരും ഡുണ്ടുവിന് ചക്കി കയറി കയ്യടി എടുത്താണ്. അവർ നല്ലോണം അവതരിപ്പിച്ച്. ഓ നീ പോണ കൊരങ്ങ. അടി പറു, നീ ഒക്കെ എന്റെ സ്ഥലത്ത് നിന്നിരിക്കോ, ഞാൻ നിന്റെ സ്ഥലത്തിരിക്കാൻ. നീ ഒത്തി നീങ്ങിയിരിക്കോടി. അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് ഇരിക്കണ്ട. നീ കുറേ പാറും. നീ അവനടുത്ത് മിണ്ടൂലേ? എന്തെടുത്തൊക്കെ മിണ്ടാത്ത? എടി അത് ഞാൻ പറഞ്ഞേരടി. ഇന്നലെ നീ പല്ലെടുത്ത് കിടന്നോണ്ട് വന്നില്ലല്ലോ. ഇന്നലെ ഞാൻ ഒരു റോക്കറ്റ് ഉണ്ടാക്കി വിട്ടപ്പോഴേ അത് ആ ആത്തുവിന്റെ തലയിൽ ചെന്ന് വീണ്. അപ്പൊ എവള് പറയണേ ദാസപ്രസാദിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് എനിക്ക് അടി അടിച്ചു തരുമെന്ന്. അതെന്തിനാണെന്നറിയാമോ? ഞാൻ അവന്റെ അടുത്ത് രഹസ്യം പറഞ്ഞു കൊടുത്തു. അവ അതെല്ലായിടത്തും ചെന്ന് പറഞ്ഞു കൊടുത്തു. അവരെല്ലാരും എന്നെ ഇട്ട് കളിയാക്കി. അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത് മിണ്ടാത്ത. ഇനി ഞാൻ ചത്താലും എന്റെ അടുത്ത് മിണ്ടൂല. ഞാൻ നിന്നെ കളിയാക്കൂല. എന്റെ അടുത്ത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞേരടി. ആ മഴയത്ത് ഞാൻ പറയാം. മിനിയാന്ന് മഴ പെയ്തില്ലേ, അപ്പൊ ചക്കി കൊണ്ടുവന്നത് പിടിയൊടിഞ്ഞ പിന്നെ കമ്പി ഒരെണ്ണം ഒടിച്ച കൊടയായിരുന്നു കൊണ്ടുവന്നത്. മഴ പെയ്യും മുമ്പേ ഞാൻ അവളെടുത്ത് പറഞ്ഞു എടി കൊട എടുത്ത് കയ്യിൽ വെച്ചോന്ന്. എവള് കേൾക്കാതെ അത് ബാഗിനകത്ത് തന്നെ വെച്ചിരുന്നേ. മഴ പെയ്തപ്പോ വെപ്രാളപ്പെട്ട് അങ്ങനെ കൊടയെടുത്ത് കാറ്റടിച്ചപ്പോ കൊടയെല്ലാം കൂടെ മണ്ടയിലോട്ട് നൂന്ന് പോയി. അങ്ങനെ ഞാനാണ് പിടിച്ച് താത്തി വെച്ചു കൊടുത്തേ. അപ്പൊ കൊടയിലെ ഒരു കമ്പി ഇവിടെ ഒടിഞ്ഞ്. അപ്പൊ ഇവിടെ കൊടയിലെ മൊത്തം 2 കമ്പി ഒടിഞ്ഞ്. എന്നിട്ട് അതും പിടിച്ചോണ്ട് അവൾ ആ തേരിയിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും വെള്ളത്തിൽ ചക്കി അടിച്ച് വീണ് അവളെ ചന്തി മൊത്തം നനഞ്ഞു. മൊത്തം നനഞ്ഞ്. എന്നിട്ട് സ്കൂൾ എത്താറായപ്പോ അവള് പറയണേ ഒടിഞ്ഞ കൊട കണ്ട നിങ്ങൾ കളിയാക്കൊന്നും പറഞ്ഞ് അവള് കൊട മടക്കി ബാഗിനകത്ത് ഒളിച്ചു വെച്ച്. എന്നിട്ട് എന്നെ കൊട കയറി വന്നിട്ടാണ് അവള് ദാസപ്രസാദിന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അടി അടിച്ചു തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നത്തെ കുട കൊണ്ടുവന്ന അടിച്ചക്കി എന്റെ വീട്ടിൽ ആകെ ആ ഒരു കൊട ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനി ഞാൻ മഴയത്ത് നനഞ്ഞാലും കൊണ്ടുവരൂല. നിന്റെ കൊടയിലും പിടിയില്ലായിരുന്നല്ലോ. പിന്നെ നീ എന്തിനാ കളിയാക്കണം? ഇപ്പൊ മതിയാക്കി. നിങ്ങൾ ഇനി അടി വിടണ്ട. നമ്മൾ 3 മാത്രമല്ലേ ഇത് അറിഞ്ഞോളൂ. ഉണ്ടോ നീ ഇതാരടുത്ത് ചെന്ന് പറയാന്ന് വെച്ചല്ലേ അവളെ കളിയാക്കും.
പിന്നെ അവളടുത്ത് അങ്ങോട്ട് ഉണ്ടോ ഉണ്ടാ. രണ്ട് കമ്പി ഒടിഞ്ഞ് കൊടിയാണ് കൊണ്ടുവന്നു അതിന് പിടിയൊന്നുമില്ലെന്ന്. പിന്നെ നമ്മളെ ഓ, അവളെ സ്കൂള് മൊത്തം പറഞ്ഞു കൊടുത്ത് നീയാണ് അവളടുത്ത് പറഞ്ഞു കൊടുത്തത്. നീ അവളെ കാണുമ്പോ ചോദിക്കാനും ചെയ്യല്ലേ, ഞാൻ പോണേ ക്ലാസ്സിൽ. അവൾ ആരുടെ പറയലടി ചക്കി. നീ ആരുടെ അടുത്ത് പറയില്ല, വന്നേ, ഈ പറഞ്ഞത്.